ഇഷ്ടപ്പെട്ടില്ല. കിട്ടീനാ കെ ജോസ്. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ അല്ലേ? അപ്പോൾ ഞാനിന്ന് വന്നത് ഒരു വ്ളോഗായിട്ടാണ് കേട്ടോ. അപ്പോൾ രാവിലെ എല്ലാം എണീച്ച് ഇന്ന് അമ്മയൊന്നും ഇല്ലാത്ത ദിവസമാണ്. അപ്പോൾ ഞാൻ വേഗം എണീറ്റിട്ട് ഇതാ അടുപ്പിൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട്. അമ്മയുള്ള ദിവസം എനിക്ക് അടുപ്പിൻ്റെ ഭാഗത്തൊന്നും പോകണ്ട, ബ്രേക്ക്ഫാസ്റ്റ് ആക്കൽ അങ്ങനെയുള്ള പരിപാടികളേ ഇല്ല കേട്ടോ. അമ്മ ഇല്ലാത്ത സമയത്താണ് ഈ അടുപ്പിൻ്റെ ഭാഗത്തേക്ക് വരുത്തുക. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് വേഗം വെണ്ണീരെല്ലാം വാരിയിട്ടുണ്ടായിനെ, എന്നിട്ട് അടുപ്പെല്ലാം ഒന്ന് തുടച്ചിട്ട് ഇടുന്നുണ്ട്. ഇനി ഇതാ വേഗം ഓലയെല്ലാം എടുത്ത് തീയെല്ലാം പറ്റിച്ചിട്ട് നമ്മളെ കുളിക്കേണ്ട വെള്ളമെല്ലാം അങ്ങ് റെഡിയാക്കി വെക്കുന്നുണ്ടായിന്. പിന്നെ ഞാൻ എന്ത് ചെയ്യുന്നറിയാം, തലേന്നത്തെ കുറച്ച് ചിക്കൻ കറി ബാക്കിയുണ്ടായിന്. കഷ്ണമൊന്നുമില്ല, വെറും ഗ്രേവി മാത്രം. അതാണ് കേട്ടോ ഇന്നത്തെ നമ്മളെ ദോശേൻ്റെ കറി എന്ന് പറയുന്നത്. എല്ലാവരും ഇന്ന് പറ്റിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അങ്ങനെ അതെല്ലാം ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. ഏട്ടന് വേഗം പോകേണ്ടതുകൊണ്ട് ഇതാ ഞാൻ വേഗം ഏട്ടൻ്റെ ഗോതമ്പ് ദോശ അവിടെ റെഡിയാക്കി വെക്കുന്നുണ്ട്. അരിദോശ മക്കൾക്കും ഗോതമ്പ് ഏട്ടനുമാണ്. കാരണം മക്കളല്ല ഏട്ടൻ അരിദോശ ആയിക്കൂല കേട്ടോ. അങ്ങനെ അതെല്ലാം റെഡിയാക്കി വെക്കുന്നുണ്ട്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റെല്ലാം കഴിച്ചിട്ടാ പോന്നാണ്. ഇന്ന് മക്കൾക്കെല്ലാം ലീവുള്ള ഒരു ദിവസമാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ കുറച്ച് സമയം ഇതാ റിലാക്സ് ആയിട്ട് ഇരുന്നിട്ടുണ്ട്. വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. മെല്ലന ചോറും കറിയെല്ലാം വെക്കണം. അതാ ഒരു ഗ്ലാസ് ചൂടുവെള്ളമാണ് കേട്ടോ രാവിലെ തന്നെ കുടിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒന്ന് റിലാക്സ് ആയിട്ട് വെള്ളമെല്ലാം കുടിക്കുന്നുണ്ട്. പിന്നെ ഞാനിതാ മുറ്റത്ത് വന്നിട്ട് വേഗം മുറ്റമെല്ലാം അടിച്ചു വരുന്നുണ്ട്. മഴയായതുകൊണ്ട് നമ്മളെ മുറ്റത്തുള്ള പിന്നെ ചപ്പെല്ലാം പോകാനെല്ലാം കുറച്ച് പണിയാണ്. എന്നാലും കുറച്ച് ചെള്ളിപ്പറുക്കി അങ്ങനെ മുറ്റമെല്ലാം അടിച്ച് സെറ്റാക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് എനിക്കിതാ ഫ്ലിപ്കാർട്ടിൽ നിന്ന് 2 സാധനം വന്നിട്ടുണ്ട്. അതിന് 2 ബുക്കാണ്. കുറേ കാലത്തിന് ശേഷം ഞാൻ വായനയിലേക്ക് തിരിച്ചു വരുന്നതാണ്. ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് ഞാൻ വായിക്കലുണ്ടായിനെ, പിന്നെ അതെല്ലാം സ്റ്റോപ്പ് ചെയ്ത് വെച്ചതാണ്. ഇപ്പോൾ ആദ്യം ഒന്നും കൂടി തുടർന്നാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വാങ്ങിയതാണ് കേട്ടോ. ഇപ്പം പിന്നെ നമ്മൾ ഓർഡറൊന്നും ഇല്ലാത്ത സമയത്ത് പണിയെല്ലാം ഇറങ്ങിക്കഴിഞ്ഞാൽ കിടന്ന് തിരയലാണ് ഇപ്പോഴത്തെ പരിപാടി മെയിൻ. അപ്പോൾ അങ്ങനെ ഞാൻ പിന്നെ 2 ബുക്ക് ജസ്റ്റ് ഒന്ന് വാങ്ങിയിട്ടുണ്ട്. നന്ദിതേൻ്റെതും പിന്നെ വേറൊരു ബുക്കും കൂടി വാങ്ങിയിട്ടുണ്ടായിനെ. അങ്ങനെ അതിലൊരു ബുക്ക് നന്ദിതേൻ്റെ ബുക്ക് ഞാൻ വായിച്ച്. നല്ല അടിപൊളിയൊരു നോവലാണ്. വായിച്ചവർക്ക് അറിയാൻ പറ്റും, നല്ല അടിപൊളിയൊരു സൂപ്പർ നോവൽ. അങ്ങനെ 2 എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. മറ്റേതൊന്ന് വായിച്ച് തീർക്കാനുണ്ട്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് ഞാനിതാ വേഗം വന്നിട്ട് നമ്മൾ ഉച്ചക്കത്തേക്കുള്ള കറി റെഡിയാക്കുന്നുണ്ട്. നല്ല അടിപൊളി നെത്തലാണ് കിട്ടിയിട്ടുണ്ടായിനെ. അപ്പോൾ ഞാൻ മുറിച്ച് പിന്നെ ഇതാ നല്ല മുളക് ഇടുന്നുണ്ട്. ഉള്ളിയും തക്കാളിയെല്ലാം വഴറ്റിയിട്ടുള്ള ഒരു മുളീഷനാണ് കേട്ടോ. അപ്പോൾ അതും റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ പിള്ളേർക്ക് ചെമ്മീൻ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഏട്ടനിപ്പം പിന്നെ ചെമ്മീൻ ഇടയ്ക്കിടെ വാങ്ങലുണ്ട്. ഇപ്പം എന്ന് പറഞ്ഞാൽ ചെമ്മീൻ കുറച്ച് വിലക്കുറവാണെന്ന് തോന്നുന്നേ, അറിയില്ല. അപ്പം വാങ്ങലുണ്ട്. അപ്പോൾ ചെമ്മീൻ പിന്നെ പൊരിച്ചിട്ട് നമ്മുടെ നെത്തൽ നല്ലൊരു മുളീഷനാണ്. എന്നിട്ട് ഇന്നത്തെ നമ്മൾ ഉച്ചക്കത്തെ സ്പെഷ്യൽ. അപ്പോൾ ചോറും കറിയിലായിട്ട് ഞാനും ദേവൂട്ടനും കൂടിയിട്ട് നമ്മളെ വീട്ടിൻ്റെ അടുത്ത് തന്നെ കുറച്ച് ഡ്രസ്സെല്ലാം ഒന്ന് ടൈറ്റാക്കാനും ലൂസാക്കാനും കൊടുക്കാനുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ രണ്ടാളും പോകുന്നതാണ്. അപ്പോൾ തേജുവിന് ഫുട്ബോളിൻ്റെ കോച്ചിങ്ങിന് പോകണം. അപ്പം നമ്മൾ പോകുന്ന വഴിയിലോട്ട് തന്നെയാണ്. അപ്പോൾ നമ്മൾ പോകുമ്പോൾ പകുതിക്ക് നിൽക്കുമ്പോൾ ഓനെ കാണും. ഓനെ അങ്ങനെ സൈക്കിൾ എടുത്തിട്ട് പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ അപ്പുറത്തേക്ക് എത്തുമ്പോഴത്തേക്ക് തേജു അവിടെ എത്തും. അതിനാണ് കേട്ടോ ദേവൂട്ടന് ഓടുന്നത്. വീട്ടിൻ്റെ അടുത്ത് തന്നെയാണ്. അപ്പോൾ ബസ്സിനാണ് പോവുക. റോഡ് വരെ സൈക്കിൾ എടുത്തിട്ട് അവിടെ ഒരു വീട്ടിൽ വെച്ചിട്ടാണ് കേട്ടോ പോവുക. അങ്ങനെ ഇതാ ഞാൻ പിന്നെ ഒന്ന് പോകുന്നതാണ്. ഞാൻ ട്യൂഷന് പോകുന്നത്. ട്യൂഷനല്ല, ഫുട്ബോളിൻ്റെ കോച്ചിങ്ങിന്. കെ ജോസ്. ബായ്, സി യു. ശ്രദ്ധിച്ചു പോണേ ശിവ, കേട്ടിനാ? അങ്ങ് റോട്ടുമ്മൽ വണ്ടി വെക്കാറല്ല, റോട്ടുമ്മ പോറേ വണ്ടി എടുത്തിട്ട് അല്ല സൈക്കിൾ എടുത്തിട്ട്. കേട്ടിനാ? ചളിയെല്ലാം ശ്രദ്ധിക്കണം, വേം വരണോ, ഇരുടാവറ്. കേട്ടിനാ? അങ്ങനെ ഇതാ നമ്മൾ പിന്നെ ടൈലറെ വീട്ടിൻ്റെ അടുത്ത് തന്നെ ചെറിയൊരു തോടുണ്ട്. അപ്പോൾ അതെല്ലാം കണ്ടിട്ട് പിന്നെ ദേവൂട്ടൻ ഇങ്ങനെ ഇരിക്കുന്നതാണ്. ദേവൂട്ടൻ ഇങ്ങോട്ടേക്ക് ഇടക്കിടക്ക് വരാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഈ ഒരു തോടുള്ളതുകൊണ്ട് നല്ല സൗണ്ടാണ് ഈ വീട്ടിൻ്റെ അടുത്തുള്ളവർക്ക്. എപ്പോഴും ഈ ഒരു കളകളാ ഒച്ചയുണ്ടാവുമല്ലോ. അപ്പോൾ ദേവൂട്ടൻ ഇവിടെ വന്നിട്ട് മീനിനെല്ലാം പിടിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എനിക്ക് പേടിയായതുകൊണ്ട് ഞാൻ വിടലേ ഇല്ല. അപ്പം ഞാൻ ഇന്ന് വരുന്നത് കൊണ്ട് എൻ്റെ പേരെ വേഗം ഇങ്ങ് ഓടി വന്നു. തുന്നാൻ കൊടുത്തിട്ട് ഇതാ വീട്ടിലേക്ക് പോകണം. തോട് കണ്ടിട്ട് ദേവൂട്ടനൊന്നും തിരിയുന്നില്ല. ദേവൂട്ട ഇഷ്ടപ്പെട്ടില്ല. കുറച്ച് 2-3 വീട് ഇപ്പറായതുകൊണ്ട് ഓന് വരാൻ കഴിയില്ല. അതന്നെ ഒരു ഭാഗ്യം. അല്ലെങ്കിൽ തോട് എന്ന് പറഞ്ഞാൽ ഓന് തീർന്നിട്ട. ഈ പൂക്കളുണ്ട്, ഒരുപാട് ഉണ്ടാവലുണ്ട്. പക്ഷേ ഇപ്പോൾ എല്ലാം പോയിട്ടാണ്. പോന്നാലേ കിട്ടീനാ?
താക്കോലും മറന്നു ദേവട്ടനെ പറഞ്ഞിട്ടാ. എവിടെ ഉണ്ടായിനി? അമ്മേൻ്റെ ഒരു കാര്യമല്ല ദേവട്ടാ, മറന്നുപോയി. താക്കോലില്ലാണ്ട് തുറക്കാൻ കഴിയാ വീട് അല്ലേ? അതെ, ഈ സ്ഥലത്താണ് പാമ്പുണ്ടാവല്, നോക്കണം കേട്ടാ വരുമ്പല്ലോ. ഇത് ഈ കാടാണ്. അമ്മ ആദ്യം പോട്ടെ, എന്നിട്ട് മോൻ വന്നാൽ മതി. കൈവിടി. നമുക്ക് ലീനേശീനടുക്കൊക്കെ കയറിയിട്ട് വരാമല്ലോ. കുറേ ആയി ലീനേശീനടുക്ക പോവാതെ. നമ്മൾ ലീനേശീനടുക്ക പോയിട്ട് വരട്ടെ. നമ്മൾ നല്ല അടിപൊളിയൊരു തറവാട് വീടാ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളേ. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത് തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്.